ഇരട്ട നികുതി വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ നിർണായക യോഗം ഇന്നാണ്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് യോഗം ചേരും. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഫിലിം ചേംബർ യോഗവും ഇന്ന് നടക്കും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ മാസം 21-നാണ് സിനിമാ സംഘടനകൾ ഒരു സൂചനാ പണിമുടക്കിലേക്ക് പോകുന്നത്. പ്രധാനമായും GSTക്ക് പുറമെ ഈടാക്കുന്ന വിനോദ നികുതി, ഈ വിനോദ നികുതി അത് ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ തിയേറ്ററുകൾക്ക് ഒരു പ്രത്യേക വൈദ്യുതി താരിഫ് ഉണ്ടാക്കുക, ഈ തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം ഈ വ്യവസായത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി നഷ്ടത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ തന്നെ കാലങ്ങളായി സിനിമാ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിലൊക്കെ തന്നെ ഈ സർക്കാരിന് കീഴിലുള്ള തിയേറ്ററുകളുമായി ഒരു നിസ്സഹരണത്തിന് ഈ സിനിമാ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമായതോടുകൂടിയാണ് ആ നിസ്സഹരണം വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് ഒരു കൃത്യമായ ചർച്ചയ്ക്ക് തയ്യാറാവാത്ത സ്ഥിതിയാണുള്ളത്. എപ്പോൾ തീയതി പ്രഖ്യാപിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും മനുഷ്യരിൽ തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സിനിമാ സംഘടനകൾ യോഗം ചേരുന്നത്. രാവിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗം ചേരും. അതിനുശേഷം പിന്നീട് ഫിലിം ചേംബറും യോഗം ചേരും. ഈ അമ്മ, അതോടൊപ്പം തന്നെ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണ തേടാനാണ് തീരുമാനം. തിയേറ്ററുകൾ അടച്ചിടും, കൂടാതെ ഷൂട്ടിങ്ങുകൾ നിർത്തിവെക്കാനാണ് അത്തരമൊരു തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഈ മാസം 21-നാണ് അത്തരമൊരു സൂചന പണിമുടക്ക്. സർക്കാരിന്റെ ഭാഗത്തും കാര്യമായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനുള്ള നീക്കവും സിനിമാ സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തും ഒരു കൃത്യമായ ഒരു അറിയിപ്പ്, ചർച്ചയ്ക്ക് എപ്പോൾ തയ്യാറാകും എന്നൊരു അറിയിപ്പ് വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കാലങ്ങളായുള്ള ആവശ്യത്തിൽ ഒരു പരിഹാരം വേണമെന്നതും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സമാനമായി തന്നെ ഒരു പണിമുടക്കിലേക്ക് അവർ പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ അപ്പോൾ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. പിന്നീടാണ് കോൺക്ലേവിന് ശേഷം ഒരു ചർച്ച നടത്താമെന്നൊരു തീരുമാനം സർക്കാർ മുന്നോട്ട് വെച്ചത്. അപ്പോഴേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കവും സർക്കാർ തലങ്ങളിൽ ഉണ്ടായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാസം 21-ന് ഒരു സൂചന പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയാണ് ഇന്നിപ്പോൾ നിർണായക യോഗം രാവിലെ 10 മണിയോട് തന്നെ ആരംഭിക്കുക. ആദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതിനുശേഷം ഫിലിം ചേംബർ, ഈ സംഘടനകളൊക്കെ തന്നെ യോഗം ചേർന്നാകും ഈ സമരത്തിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.